ഖുർആൻ ആരംഭിക്കുന്നത് നീ വായിക്കുക എന്ന കൽപ്പനയോടുകൂടിയാണ്. അപ്പോൾ പ്രവാചകന്റെ പ്രതികരണം എന്താണ്? എനിക്ക് വായന അറിയില്ല എന്നായിരുന്നു. വായിക്കാൻ അറിയാത്ത ഒരാളോട് നീ വായിക്കുക എന്ന് കൽപ്പിക്കുന്നു, എന്നാൽ കൽപ്പിക്കപ്പെട്ട ആള് വായന അറിയില്ല എന്ന് പറയുന്നു. എന്നിട്ട് അങ്ങനെ ഒരാളിലൂടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള വേറിട്ട ഒരു ജീവിത വ്യവസ്ഥ അവതരിക്കുന്നു. എല്ലാം എങ്ങനെയാണ് ചേർത്ത് വായിക്കാൻ കഴിയാം? കേവല സാക്ഷരത കൊണ്ട്, അക്ഷരങ്ങൾ പെറുക്കി വെച്ച് വാക്കുകൾ ചേർത്ത് വായിക്കുന്ന കേവല സാക്ഷരത കൊണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യന് ജീവിത ലക്ഷ്യം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ദൈവികമായ അരുളപ്പാടുകളുടെ സാക്ഷരതയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ നന്മയിൽ മുന്നോട്ട് നയിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട് വിറങ്ങലിച്ച് നിൽക്കുകയാണിപ്പോൾ. സാക്ഷര കേരളത്തില് വിദ്യാർത്ഥികളായ കുറെ മക്കൾ ചേർന്ന് അവരുടെ സഹപാഠിയെ ഇല്ലാതാക്കിയിരിക്കുന്നു. അവർ നേടിയെടുത്ത സാക്ഷരത അവർക്ക് എവിടെയാണ് പ്രയോജനപ്പെട്ടത്? അക്ഷരങ്ങൾ കൂട്ടി വായിച്ച്, അക്കങ്ങൾ കൂട്ടി, കണക്ക് കൂട്ടി ഒരുപക്ഷെ ജോലി നേടാൻ കഴിഞ്ഞേക്കും. അതേസമയത്ത് ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന തൻ്റെ സഹജീവിയെ തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും കഴിയാതിരിക്കുമ്പോൾ കേവല സാക്ഷരതയ്ക്ക് എന്ത് പ്രസക്തിയാണല്ലേ? അതുകൊണ്ട് തന്നെയാണ് ലോകഗുരുവായ പ്രവാചകൻ കേവല വായന എനിക്കറിയില്ല എന്ന് പറയുന്നതും ദൈവികമായ അരുളപ്പാടുകളുടെ വായനയാൽ ലോകത്തെ സവിശേഷമായ സാക്ഷരതയിലേക്ക് കൊണ്ടുവന്നതും എന്ന് നമുക്ക് ഖുർആൻ പെയ്തിറങ്ങിയ ഈ മാസത്തിൽ തീർച്ചയായും ഓർത്തുകൊണ്ടേയിരിക്കാം, അല്ലേ?